എൻ്റെ പേര് ത്രേസ്യാമ്മ ജോസഫ്. ഞാൻ തിരുവനന്തപുരത്തു നിന്ന് വരുന്നു. ഇതെൻ്റെ മകൾ. ഞാൻ 2025 മെയ് 14 ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. അതിനു മുൻപ് കൃപാസനമെന്ന് കേട്ടിട്ടേ ഉള്ളൂ. അതിനെക്കുറിച്ച് എനിക്ക് കാര്യമായിട്ടൊന്നും അറിയത്തില്ലായിരുന്നു. പലപ്പോഴും പത്രം കിട്ടിയിട്ടുണ്ട്. പക്ഷെങ്കിൽ എൻ്റെ ജോലി തിരക്ക് കാരണം, ഞാൻ ജോലിയിലായിരുന്നു. അപ്പോഴും എനിക്ക് തിരക്ക് കാരണം ആ പേപ്പറൊന്നും നിവർത്ത് വായിക്കാൻ പോലുമുള്ളൊരു അവസരം കിട്ടിയിട്ടില്ല. അതിൻ്റെ ഗൗരവം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോഴങ്ങനെയാണ് ഞാൻ എന്താണെന്നറിയാനും എൻ്റെ ഒരു ബന്ധുവിൻ്റെ കൂടെ ഞാനിവിടെ വരികയും അന്ന് ഉടമ്പടി എടുക്കാൻ സാധിച്ചു. അങ്ങനെ ആദ്യത്തെ ഉടമ്പടി എടുത്ത് 3 മാസം കഴിഞ്ഞ് വീണ്ടും അടുത്ത ഉടമ്പടി പുതുക്കി. അങ്ങനെ രണ്ടാമത്തെ ഉടമ്പടിയും പുതുക്കി. ആ സമയത്തൊക്കെ ഉടമ്പടി എടുത്തതിൻ്റെ പേരിൽ ആ പ്രാർത്ഥനകൾ ചൊല്ലും, പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വൈകിട്ടത്തെ പ്രാർത്ഥനയും ഒക്കെ ചൊല്ലുമായിരുന്നു. എന്നാൽ എല്ലാ ഉടമ്പടി നിബന്ധനകളും സ്ട്രിക്റ്റായിട്ടൊന്നും ഞാൻ പാലിക്കാൻ എനിക്ക് പറ്റിയിരുന്നില്ല. 3ാമത്തെ ഉടമ്പടി ഞാൻ ഈ ജനുവരി മാസത്തിൽ പുതുക്കിയിരുന്നു. അതിനുശേഷം ഞാൻ കൂടുതലായിട്ട് വിശ്വാസത്തിൽ ആഴപ്പെടാനായിട്ട് തുടങ്ങി. അതായത് എന്നും വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുകയും അതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും നമുക്ക് കുടുംബ പ്രാർത്ഥനയുണ്ട്. അത് നേരത്തെ മുതൽ ചൊല്ലുന്നതാണ്. നമ്മൾ കത്തോലിക്കരായതുകൊണ്ട് ആ രീതിയിൽ അങ്ങ് മുന്നോട്ട് പോയതാണ്. പക്ഷേങ്കിൽ ഇപ്പോൾ കൂടുതലായിട്ട് ഞാൻ ആഴപ്പെട്ട് അതിൽ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം 3ാമത്തെ ഉടമ്പടിക്ക് ശേഷമാണ് എനിക്ക് കൂടുതലായിട്ട് ആഴപ്പെടാൻ സാധിച്ചത്. അതുപോലെ തന്നെ വിശുദ്ധ കുമ്പസാരം 2 ആഴ്ച കൂടുമ്പോൾ കൂടി ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ്, ഞാനൊരു റിട്ടയർഡ് ടീച്ചറാണ്. ഞാൻ റിട്ടയർ ചെയ്തതിൻ്റെ ബെനിഫിറ്റ്സ് കുറേ ഫ്യൂച്ചറിലേക്ക് ഞാൻ ബാങ്കിലിടാനായിട്ട് ചെന്നപ്പോഴെനിക്ക് അവിടുത്തെ തന്നെ ടൈപ്പുള്ള ഇൻഷുറൻസ് കമ്പനികൾ, 2 ബാങ്കിലെ കമ്പനികൾ ഒരു പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതനുസരിച്ച് ഞാൻ 2ലും കുറച്ച് എമൗണ്ട് ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തു. അത് ഒന്ന് 20 വർഷത്തെ കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. 15 വർഷം കഴിഞ്ഞതിന് ശേഷമേ ബ്രേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെങ്കിൽ എന്നോട് ഏജൻസ് പറഞ്ഞത് 3 പ്രാവശ്യം അടച്ചതിന് ശേഷം നമുക്ക് എടുക്കാമെന്നുള്ളതാണ്. ആ ഒരു വിശ്വാസത്തിൽ ഞാൻ വേറൊന്നും ചിന്തിച്ചില്ല. ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തു. എന്നാൽ 2 വർഷം കഴിഞ്ഞ് 3ാമത്തെ പ്രാവശ്യം ഞാൻ അടയ്ക്കാനായിട്ട് വന്നപ്പോൾ ഈ 3ാമത്തെ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് അവിടുത്തെ തന്നെ ഒരു എംപ്ലോയിയിൽ നിന്ന് എനിക്കറിയാൻ സാധിച്ചു, നമ്മൾ 20 വർഷം കഴിയാതെ അല്ലെങ്കിൽ മറ്റേ പോളിസി 15 വർഷം കഴിയാതെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടച്ചതിൻ്റെ പകുതി എമൗണ്ട് പോലും കിട്ടത്തില്ല. നമുക്ക് ഭീമമായ നഷ്ടമാണ് ഉണ്ടാകുന്നത്. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളൊരവസ്ഥ. ഞാനപ്പോഴും ഒരു സീനിയറായിട്ടുള്ളൊരു അഡ്വക്കേറ്റിനെ ഞാൻ ഫോണിൽ വിളിച്ചു. അപ്പോഴേ പുള്ളി പറഞ്ഞു, ഇങ്ങനെ ഒത്തിരി പേർക്ക് പറ്റിയിട്ടുണ്ട്, പുള്ളി ഇതുവർക്ക് വേണ്ടിയെല്ലാം വാദിച്ചിട്ടുമുണ്ട്, പക്ഷെങ്കിൽ ഒന്നും സക്സസ്ഫുൾ ആയിട്ടില്ല, ഇത് പോയെന്ന് കൂട്ടിയാൽ മതി. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഓംബുഡ്സ്മാനിൽ, ഇൻഷുറൻസ് ഓംബുഡ്സ്മാനിലോ അല്ലെങ്കിൽ കസ്റ്റമർ കെയറിലോ ഒക്കെ നമുക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാം, അത് വലിയ പ്രതീക്ഷയൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ ഞങ്ങളാകെ വിഷമിച്ച് പോയി. അപ്പോഴങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ മോളിവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവൾ ക്യാൻഡിൽ ലൈറ്റ് പ്രെയർ ഉപവാസത്തോടു കൂടി നടത്തി. ഇത് നിയോഗം വെച്ചാണ് ചെയ്തത്. അപ്പോഴതിന് ശേഷം ഞങ്ങൾക്ക് പല ആളുകളിൽ നിന്ന്, പല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളിൽ നിന്ന് പല ഉപദേശങ്ങൾ ലഭിക്കുകയും അതനുസരിച്ച് ഞങ്ങൾ ഇവർക്ക് കംപ്ലയിൻറ്റ്, ഈ പോളിസി ഇൻഷുറൻസ് കമ്പനികൾക്ക്, ബാങ്കിനുമൊക്കെ ഞങ്ങൾ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുകയും നേരിട്ട് പോയി ഹെഡ് ഓഫീസിൽ പോയി ഓഫീസേഴ്സിനെയൊക്കെ കാണുകയും അവിടെയൊക്കെ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ട്. കാര്യം അവിടുത്തെ ഒരു സീനിയർ മാനേജറിനെ കണ്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഞങ്ങൾ വളരെ വിഷമത്തോടാണ്, എന്ത് ചെയ്യുമെന്നറിയാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നിങ്ങനെ സംസാരിക്കുമ്പോൾ ഈ മാനേജറുടെ പുറകിലായിട്ട് മാതാവിൻ്റെ നീല അങ്കി ധരിച്ച മാതാവിൻ്റെ ഒരു ഫോട്ടോയാണ് കാണുന്നത്. ആ ഫോട്ടോയിൽ നിന്നിങ്ങനെ ലൈറ്റ് എമിറ്റ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ലൈറ്റ് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ചെല്ലുന്ന സമയത്ത് ആ മാനേജർ ഇട്ടിരുന്ന ഒരു മാതാവിൻ്റെ കളറ് സ്കൈ ബ്ലൂ ഷർട്ടാണ്. അതുപോലെ ബാങ്കിൽ ചെല്ലുമ്പോൾ മാനേജർ ഇട്ടിരുന്നതും അതൊരു ബ്ലൂ കളറ് ഡ്രസ്സാണ്. അപ്പോൾ ഇതിലൊക്കെ നമുക്കൊരു സിംബോളിക്കായിട്ട് അല്ലെങ്കിൽ നമുക്കൊരു സൈൻ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു പൂർണ്ണ വിശ്വാസത്തോടെ പ്രാർത്ഥനയിൽ കൂടുതൽ ആഴപ്പെട്ട് കാര്യം നല്ലൊരു എമൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോഴങ്ങനെ ഇവൾക്ക് അവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു ഡേറ്റ് കിട്ടി.
23 എന്നുള്ളൊരു ഡേറ്റാണ് കിട്ടുന്നത്. അപ്പോൾ കഴിഞ്ഞ മാസം ഏപ്രിൽ 23 ആയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഏപ്രിൽ 23 അത് കിട്ടുമായിരിക്കുന്നു. പക്ഷേങ്കിൽ 23 ഒരു നെഗറ്റീവായിട്ടുള്ളൊരു റിപ്ലൈ ആണ് ബാങ്കിൽ നിന്ന് വന്നത്, ഈ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് വന്നത്. അതുപോലെ ബാങ്കിൽ നിന്ന് നെഗറ്റീവായിട്ടുള്ള റിപ്ലൈ തന്നെയാണ് വന്നത്. അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, 2 വർഷം കഴിഞ്ഞു, ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾ ഇതിൻ്റെ നിബന്ധനകളൊക്കെ കണ്ടതല്ലേ, പിന്നെ നിങ്ങൾ സൈൻ ചെയ്തതല്ലേ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മളോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടുള്ള ലെറ്റർ വരുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങൾ തകർന്നു പോവുകയാണ് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് 2 പ്രാവശ്യം രണ്ട് പോളിസി നമ്മൾ അടച്ചെങ്കിലും 3ാമത്തെ പോളിസി അടച്ചു പോയിരുന്നെങ്കിൽ ഒരു കംപ്ലയിൻറ്റ് നമുക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതിന് മുൻപാണ് നമുക്ക് ഇങ്ങനെയൊരു അവരുടെ തന്നെ ഒരു ഏജൻറ്റ് വഴിയായിട്ട് നമുക്കിങ്ങനൊരു ഇൻഫർമേഷൻ കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ രീതിയിൽ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാനും പിന്നെ മുന്നോട്ടുള്ള നീക്കങ്ങൾക്കുമൊക്കെ കാരണം അതാണ്. അത് തീർച്ചയായിട്ടും അമ്മ മാതാവിൻ്റെ ഇടപെടലാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ അവൾ ഇങ്ങനെ ഈ 23 എന്നുള്ളൊരു ഡേറ്റ് കണ്ടു. ഏപ്രിൽ 23 ആയപ്പോൾ നെഗറ്റീവായിട്ടുള്ള റിപ്ലൈ കിട്ടി. അപ്പോൾ ഞങ്ങളാകെ തളർന്നു പോയി. ആഴ്ചയുടെ സമയമാണ്. ആ സമയത്തൊക്കെ ഞങ്ങൾ ഒത്തിരി വിഷമിച്ചിരുന്നു. അതിനുശേഷം വീണ്ടും ഞങ്ങൾ ഇങ്ങനെ ഇവർ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടേയിരുന്നു. ഇവർ തരുന്ന മെയിലുകൾക്കെല്ലാം റിപ്ലൈ ചെയ്തുകൊണ്ട് അവരുടെ ഓരോ വാദങ്ങൾക്കും അല്ലെങ്കിൽ ഓരോ പോയിൻറ്റ്സ് വെച്ചാണ് അവർ വാദിക്കുന്നത്. അതിനൊക്കെ കൗണ്ടർ അടിച്ചുകൊണ്ട് ഞങ്ങൾ നേരെ വീണ്ടും മെയിൽ അയച്ച് ഫോളോ ചെയ്ത് അവസാനം മിനിഞ്ഞാന്ന്, അതായത് 19-ാം തീയതി വൈകിട്ട് ഒരു ബാങ്കിൽ നിന്നുള്ള എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തായിട്ട് GST ഉൾപ്പെടെ നല്ല എമൗണ്ട് GST അടച്ചിരുന്നു. ടാക്സ് ഇല്ല എന്ന് പറഞ്ഞാണ് ഇതെന്നെ എടുപ്പിച്ചത്. പക്ഷേങ്കിൽ പിന്നീട് ടാക്സ് ഉൾപ്പെടെ നമുക്ക് കിട്ടുമെന്നാണ് പറഞ്ഞത്. പക്ഷേങ്കിൽ നല്ലൊരു എമൗണ്ട് ടാക്സ് അടച്ചു. ആ അടച്ച എമൗണ്ട് ഉൾപ്പെടെ നമുക്ക് 19-ാം തീയതി ഒരു അക്കൗണ്ടിലേക്ക് എമൗണ്ട് റെമിറ്റ് ചെയ്തു. അതുപോലെ തന്നെ 2ാമത്തെ ബാങ്കിൽ ഇന്നലെ വൈകിട്ട്, അതായത് ഇന്നലെ വൈകിട്ടും അടുത്ത പോളിസിയിൽ നിന്നും നമുക്ക് അടുത്ത കമ്പനിയിൽ നിന്നും നമുക്ക് എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ മോള് പറഞ്ഞിരുന്നു, എനിക്ക് ഈ എമൗണ്ട് കിട്ടിക്കഴിയുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ പിറ്റേ ദിവസം തന്നെ വന്ന് സാക്ഷ്യം പറയാമെന്നുള്ള ഒരു വാക്ക് മാതാവിനോട് പറഞ്ഞിരുന്നു. അങ്ങനെ ആ സാക്ഷ്യം പറയാനായിട്ട് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ മോൾക്ക് ഇതുപോലെ തുടക്കത്തിലൊരു നോർമൽ ഒരു കുഴപ്പമില്ലായിരുന്നു. എന്തോ ബുദ്ധിമുട്ട് തോന്നിയിട്ട് പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ തൈറോയിഡ് നല്ല ലെവലിലുണ്ടായിരുന്നു. പിന്നീട് വീണ്ടും പോയി നോക്കിയപ്പോൾ അതിൻ്റെ ഡബിളായി. അങ്ങനെ പോയി നോക്കി 1-2 ഡോക്ടേഴ്സിനെ കണ്ടപ്പോൾ അവർ പറഞ്ഞത് ഇത് ടാബ്ലറ്റ് എടുക്കണം, ലൈഫ് ലോങ് എടുക്കണം എന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ ഇവൾക്ക് പൂർണ്ണമായിട്ടുള്ള വിശ്വാസം കൃപാസനം മാതാവിൽ പരിശുദ്ധ അമ്മയിലും തിരുക്കുമാരനിലും ഉണ്ടായിരുന്നതുകൊണ്ട് പ്രാർത്ഥനയോടെ വിശുദ്ധ തൈലവും ഉപ്പും കഴിക്കുകയും തൈലം അപ്ലൈ ചെയ്യുകയും ചെയ്ത് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയി. ആദ്യത്തെ ടെസ്റ്റിൽ നേരത്തെ കൂടിയിരുന്ന അളവിൽ നിന്ന് വളരെ കുറഞ്ഞു വന്നു. പിന്നീട് വീണ്ടും അങ്ങനെ 2-3 പ്രാവശ്യം ടെസ്റ്റ് ചെയ്ത് ഇപ്പോൾ വളരെ നോർമലാണ്. മരുന്നൊന്നും കഴിക്കാതെ തന്നെയാണ് ഭേദമായത്. അപ്പോൾ അങ്ങനെ ഈ ഒരു പരീക്ഷണ ഘട്ടങ്ങളിലൂടെ കടന്നു പോയതുകൊണ്ട് ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്, കത്തോലിക്കരാണെന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ ഒരു ചിട്ട അനുസരിച്ചുള്ള ഒരു ജീവിതം നയിക്കുന്നുണ്ട്. നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ട്, പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്, എല്ലാം മുടങ്ങാതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേങ്കിൽ നമ്മൾ വിശ്വാസത്തിൽ ആഴപ്പെട്ടിട്ടില്ലായിരുന്നു. എല്ലാം ഒരു പ്രകടനമായിട്ട് ഇങ്ങനെ പോകുന്ന ഒരു അവസ്ഥയായിരുന്നു. പക്ഷെങ്കിൽ നമുക്ക് ഇതുപോലുള്ള അനുഭവങ്ങൾ വരുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് ദൈവത്തിൽ വിശ്വസിക്കുകയും പ്രാർത്ഥനയിൽ കൂടുതൽ ആഴപ്പെടുകയും ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇത് മറ്റുള്ളവർക്ക് ഒരു സാക്ഷ്യമായിട്ട് ഞാനിവിടെ വളരെ സന്തോഷത്തോടെ എനിക്ക് പറയാൻ സാധിക്കുന്നു. പരിശുദ്ധ അമ്മയ്ക്കും ദേവകുമാരനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഒരു സാക്ഷ്യം പറയാനായിട്ട് സാധിച്ചത്, നമ്മൾ എല്ലാ ചൊവ്വാഴ്ചയും യൂട്യൂബിലൂടെ ജോസഫ് അച്ഛൻ്റെ ധ്യാന പ്രസംഗം കൂടുകയും അതുപോലെ സാക്ഷ്യങ്ങൾ എല്ലാം കേൾക്കുകയും നമ്മുടെ ക്യാൻഡിൽ ലൈറ്റനിങ് പ്രയറിൽ കൂടുകയും ഒക്കെ ചെയ്ത് ഉപവാസം എടുക്കുകയും വിശുദ്ധ ബൈബിൾ വായിക്കുകയും ദിവസേന പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും കാരുണ്യപ്രവൃത്തികളൊക്കെ ചെയ്തതിൻ്റെ ഒരു ഫലമായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നു. ഇനി എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഇവിടുന്ന് തരുന്ന പേപ്പറെല്ലാം ജാതിമത ഭേദമന്യേ എൻ്റെ ചുറ്റും താമസിക്കുന്നത് പല ജാതി മതത്തിലുള്ളവരാണ്. എല്ലാവർക്കും ഞാൻ ജാതിമത ഭേദമന്യേ അവർക്ക് കൊടുക്കുകയും അവരൊക്കെ വിശ്വാസത്തോടെ അത് വായിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ആവശ്യാനുസരണം ആർക്കാണ് എന്താവശ്യമാണോ എന്നെക്കൊണ്ട് പറ്റുന്ന സഹായം ഞാൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ രോഗി സന്ദർശനം, അതുപോലെ രോഗികൾക്ക് ആവശ്യമുള്ള എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. ഇനിയും
നമുക്ക് RCC ട്രിവാൻഡ്രത്തുണ്ട്. അവിടെ നമ്മുടെ പള്ളിയിൽ നിന്ന് തന്നെ ഒത്തിരി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ കൂടെ പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. വീണ്ടും മരിക്കുന്നത് വരെ ഈ ഒരു ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനെ സഹായിച്ച ഈ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥവും എൻ്റെ പരിശുദ്ധ തിരുക്കുമാരനോടുള്ള നന്ദിയും ഈ അവസരത്തിൽ ഞാൻ അറിയിച്ചുകൊള്ളുന്നു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 16:22. അതുപോലെ ഇപ്പോൾ നിങ്ങൾ ദുഃഖിതരാണ്, എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും. അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയുമില്ല. യേശുവിൽ പ്രിയമുള്ളവരെ, ത്രേസ്യാമ്മ ജോസഫിൻ്റെ സാക്ഷ്യം, അവർ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്ത പൈസ എവിടെയോ നഷ്ടപ്പെടുമെന്ന് ജനങ്ങൾ വഴി അവരെ അറിയാനിടയായി. എന്നാൽ അത് പരിശുദ്ധ അമ്മ വഴി ഈശോയുടെ കയ്യിൽ കൊടുത്തത് ഒരിക്കലും നഷ്ടപ്പെടുകയില്ലെന്ന് അവർക്ക് നല്ല വിശ്വാസത്തോടുകൂടി ഉടമ്പടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. ഡെയിലി ബ്രെഡിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചു, യൂട്യൂബിൽ ആരാധനയിൽ പ്രാർത്ഥിച്ചു. അവർ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുമ്പോഴെല്ലാം ദൈവം മഹത്വപ്പെടുകയായിരുന്നു. അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോൾ ദൈവം അമ്മ പ്രത്യക്ഷപ്പെട്ട അൾത്താരയിൽ വന്ന് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അമ്മ ഒരുക്കി. ഇതാണ് കുറവുകളെല്ലാം നിറവാക്കുന്ന അമ്മ, അന്ധകാരമുള്ളിടത്ത് പ്രകാശമായി കടന്നു വരുന്ന അമ്മ അവരുടെ ദുഃഖം സന്തോഷമാക്കി മാറ്റി. ഇങ്ങനെ ഉടമ്പടി ജീവിതത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കിട്ടുന്ന സമയങ്ങളെല്ലാം ഉപയോഗിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നിങ്ങളെയും പരിശുദ്ധ അമ്മ വഴി ഈശോ ഉയർത്തപ്പെടും, മഹത്വപ്പെടുത്തും. അങ്ങനെ ഇവർ ത്രേസ്യാമ്മ വഴി നമുക്ക് ത്രേസ്യാമ്മയ്ക്ക് കിട്ടിയ വൻ കൃപകൾക്ക് കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്ക് നന്ദി അർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.